ആ വന്ന രാവിലെ പല്ലിയപ്പം കുളിങ്ങിഞ്ഞ് ഡെയിലി ഈ വർക്ക്ഷോപ്പിൽ വന്ന് എന്നെ കാണാൻ ഞാൻ എന്താ ദൈവം. എന്റെ വണ്ടി ദിനേശ് ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ വണ്ടി എന്ന് പറഞ്ഞ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാനുള്ള വണ്ടിയാണ്, റയർ ആയിട്ടാണ്. എപ്പോഴും കൂടി ചോദിച്ചു നിങ്ങളുടെ വരണ്ട. ഒരു വണ്ടി പണിയാൻ നേരെ വീട്ടിൽ ചെന്നിട്ട് എപ്പ തരും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എങ്ങനെ ശരിയാണത്? 2 വർഷമായി വണ്ടിയായി കിടക്കണത്, അത് കൊടുത്തിട്ടില്ല. ഇത് 6 മാസമേ ഉള്ളു. സുനിയ 18 സ്പാനറിങ് എടുത്തേ. മമ്മൂക്ക ഇപ്പൊ വരട്ടോ. വണ്ടി പണി നിസ്സാര കാര്യമൊന്നും ചോദിച്ചിട്ടാ. അതെ, ഈ വർക്ക്ഷോപ്പിന് മൊത്തം സ്പാനറുണ്ട്, ഏതാ വേണ്ട വെച്ചെടുത്തോളൂ. ഓ എന്റെ ദൈവമേ, എടാ ഏതെങ്കിലും ഒരു സ്പാനർ മതി എന്റെ മുതുക് ചൊറിച്ചിട്ട് ആ കുഞ്ഞമ്മയുടെ മോനാ. ഇവനാ ചേട്ടന്റെ വണ്ടി പണിയാണ്. ഞാനാ? നിനക്ക് പണി പഠിക്കണ്ടേ? വേണം. പിന്നെ എന്തെന്നാ പറയണത്? നിനക്ക് പണി പഠിക്കാൻ വേണ്ടിട്ടല്ലേ ചേട്ടൻ ഇവിടെ കൊണ്ട് വണ്ടി ഇട്ടേക്കണത് തന്നെ. ചേട്ടാ എന്നെ അനുഗ്രഹിക്കണം. വണ്ടി ഞാൻ ഇപ്പൊ റെഡി ചെയ്ത് തരാട്ടോ. ചേട്ടൻ 6 മാസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വാ. അവൻ പണിയില്ലോ നോക്കണമല്ലോ, അവൻ പണി പഠിക്കൂലെന്ന് എനിക്ക് അറിയണല്ലോ. കുറെ ഞാനൊക്കെ ലോണിന് പോയി നോക്കണോ, പെട്ടെന്ന് കിട്ടുമോ? ഒരു വർഷോപ്പുകാരന്റെ വിഷമം മനസ്സിലാക്കാത്ത ഇയാളൊക്കെ എന്ത് പലിശക്കാരന്മാരുണ്ടല്ലോ. ഇതോടെ വന്ന് എങ്ങനെ ഗോൾ അടിച്ചു? കണ്ടില്ലല്ലോ. കായിക മേഖലയിലൊക്കെ നല്ല പാണ്ഡിത്വല്ലേ? എടാ ഇപ്പൊ ടച്ച് വിട്ടുപോയതാ. പണ്ടൊക്കെ ആണെങ്കിൽ അത് ഒറ്റയ്ക്ക് കളിക്കും. വൺസ് മോർ കൂടെ മേല് കഴിക്കാൻ നല്ല വേന. ചൂടുവെള്ളത്തിലൊന്ന് കുളിക്കുക ഒരൊറ്റക്കെടുത്ത. സാധനം എടുക്ക്. എന്നാ കൊണ്ടുപോയി തിന്നെ. ആയി ശരിയാവില്ല, 2 എണ്ണത്തിനെ പറ്റി. ഇത് ചെറുതാ, ഞാൻ കഴിച്ചോട്ടെ. ഇല്ല ബാക്കി നാളെ 4 ലൈറ്റ് വന്നോ കോട്ടം പിടിക്കും. ചെറുതാ ചുമ്മാ നിങ്ങളുടെ വയറ് നോക്ക്. എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു എന്റെ അമ്മാവ് നിൽക്കായിരുന്നു. കഷ്ടകാലത്തിന് വേണ്ട അമ്മേന്റെ ആങ്ങളായിട്ട് ഞാൻ ജനിച്ചു. എനിക്ക് 2 വയസ്സിന്റെ മൂപ്പേ ഉള്ളൂ. അല്ല സാരി ആറ് സാരി സാരി അല്ലെന്ന് ഷാരി. ചുമ്മാ അല്ല നിങ്ങൾ അമ്മാവെന്ന് വിളിക്കുന്നത്. അതെ, ഞാൻ അവളുടെ പുറകെ പോന്ന് നിർത്താൻ പോകും. നന്നായി. മുമ്പൊക്കെ പറ്റിയൊരു ബന്ധമല്ല അത്. അതല്ലടാ, പിന്നെ വേറെ പുതിയ ഐഡിയ എന്തെങ്കിലും പറ. ഐഡിയ എന്ന് പറഞ്ഞാല് ഒരു ഐഡിയ ഉണ്ട്. ഞാൻ സ്വപ്നത്തിൽ കണ്ടാണ്, വേറെ ആൾക്ക് വേണ്ടി കണ്ട. എടാ എങ്ങനെങ്കിലും ഓളെ ബെഡ്റൂം കയറി ഒളിച്ചിക്ക. അപ്പൊ ഓൾ എന്നെ കണ്ട ഒച്ച ഉണ്ടാക്കും. ഒച്ച ഉണ്ടായി കഴിഞ്ഞാൽ ഓള് വിളിച്ചിട്ട് വന്നാൽ ഈ ധൈര്യമായിട്ട് പറഞ്ഞു. അപ്പൊ ആൾക്കാർ കയറി നിങ്ങൾ 2 ആളും കല്യാണം കഴിപ്പിക്കും. എങ്ങനത്തെ ഐഡിയ? നിങ്ങളൊരു സംഭവം കേട്ടോ. ശരിക്കും വരെ എന്റെ അമ്മയ്ക്ക് വിളിക്കണമെന്നുണ്ട്, പക്ഷെ വിളിക്കൂല. എന്റെ അമ്മൂമ്മയാണല്ലോ. കിട്ടി, ഐഡിയ കിട്ടി. ഫോർ ദാറ്റ് വി ഹാവ് ടു മേക്ക് എ മാസ്റ്റർ പ്ലാൻ. എന്ത് പ്ലാൻ? നമ്മൾ ഇന്ന് വൈകുന്നേരം ക്ലബിൽ ഒത്തുകൊടുക്കും. എന്നിട്ട് 2 പേർക്ക് വേണ്ട ചെലവിൽ എങ്ങനെയുണ്ട്? കാശില്ല. അയ്യേ, മാസ്റ്റർ പ്ലാൻ ക്യാൻസൽ. അമ്മാവന്റെ അച്ഛൻ. നമുക്ക് ഒന്നുകൂടെ കളിച്ചാലോ? മാങ്ങാണ് ഞാൻ തുപ്പി തനിക്കിപ്പോ സുഖമായല്ലോ, ടെൻഷനൊന്നും ഇല്ലല്ലോ. അതൊക്കെ മറ്റുള്ളവർക്കല്ലേ. പണി താനിങ്ങനെ നീ പേടിക്കോ. താനിങ്ങനെ സമ്പാദിച്ച് ചാവുമ്പോ അല്ലോടെ മോളോട്ട് കെട്ടിയെടുക്കോ? എടാ പറയട്ടെ വർക്ക് മോളിലുണ്ടെങ്കിൽ ഇയാളായിട്ടൊന്ന് കമ്പനിയാണ്. മോനാന്നോന്നല്ല, ഇതിപ്പോ ഇടക്കിടക്കുണ്ട് ഒന്നരാടം. കുറച്ച് നേരം പറഞ്ഞിട്ട് പിന്നെ കുറച്ചിടം കഴിഞ്ഞാൽ പോയിക്കോളൂ. ഈ പുള്ളിനോട് എന്തെങ്കിലും ചോദിക്കാന്ന് വെച്ചാൽ 2-3 മാസം പണിക്കണത്. ഇതുവരെ വാതൊന്നും വേണ്ട ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ശമ്പളം ചോദിക്കൂല്ല, സുഖമായല്ലോ. പക്ഷെ നല്ല പണിക്കാരനാട്ടോ. കണ്ട, ഇതാണ് ഉദ്ദേശിച്ചത്. ഇത് നോക്ക്, ഫുൾ ടൈം റൊമാൻസ് അല്ലേ 2 കൂടെ. ഇങ്ങനെ പോയ ഒരു കൊച്ചിന്റെ അപ്പിയും കുത്രവും നീ കോരണ്ടി വരും. 2 കൂടി നാണം കിടത്താൻ. അമ്മേ ഇന്നില്ല, ശനിയാഴ്ച വാ. അയ്യോ ചേട്ടാ, പിച്ചക്കാരനല്ല, സൈജുവാ. സൈജുവാ. വലിയ വ്യത്യാസമൊന്നുമില്ല. അമ്മ ഇതെന്ത് പണിയാ കാണിക്കുന്നത്? അമ്പലത്തിൽ ഉത്സവമൊക്കെ അല്ലേ, ചേട്ടന്റെ മുഖത്തൊരു വാട്ടം. ഞാൻ വിചാരിച്ചു വെള്ളരിക്ക കറപ്പിക്കാൻ വെച്ചിരിക്കുന്നു. ഞാൻ കേട്ടോ. എന്താടാ നിന്റെ കയ്യില്? ഈ പ്രാവശ്യം ഞങ്ങൾ ജയിക്കും. ജയിക്കില്ല ചേട്ടാ, ഡിഗ്രിക്ക് വി ഗൈഡ് ഉണ്ടോ? ചില ഡിഗ്രിക്ക് കാണും. അമ്മ വിശ്വസിച്ചു. രാത്രി തന്നെ തിരിച്ചു തരണം. ഒറ്റ ദിവസത്തേക്കെന്ന് പറഞ്ഞ് ഉമ്മുക്കുലസിന്റെ മേടിച്ച നിന്റെ അലവലാതെ അമ്മാവിന്റെ കൊടുത്ത് നശിപ്പിക്കല്ലേ. നാളെ തന്നെ പോരാ? അത് പോരാ.
കൊണ്ട് തന്നാവത്തായ പോലെ. എന്തുവാടേ ഇത്? നിനക്കൊന്ന് ഇത് അലക്കിക്കൂടെ? എന്തൊരു നാറ്റം. അളിയാ ഇന്ന് രാത്രി എന്നെ കൊണ്ടുപോയി കൊടുക്കണോ? കാല് പിടിക്കുന്നതൊക്കെ പോട്ടെ, രാത്രി തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ അളിയ രാത്രി തന്നാലേ ഉള്ളൂ പാതിരാത്രി കൊണ്ട് തിരിച്ചു കൊടുക്കാൻ പറ്റും. പോന്നൊക്കെ കൊള്ളാം, അച്ഛനും മോനും കൂട്ടി ഇടിക്കാതിരുന്നാ മതി. ഡാ നീ അച്ഛനെ വെറുതെ കുറ്റം പറയല്ലോ കേട്ടാ. അച്ഛനും മതിലിന്റെ ഇപ്പുറത്തു നിന്നുള്ള പരിപാടിയുള്ളൂ, അപ്പുറത്തും ഉള്ള പരിപാടിയില്ല കേട്ടാ. ഉറപ്പാണേ? ആ ഉറപ്പാ. പിന്നെ ആ ചിരിയില്ലേ, എന്താ മരുമോനെ പരിപാടി? അമ്മാവാ ഇതെന്താ സാധനം? ഇത് ഷാരീനെ അടുത്ത് കാണാൻ വേണ്ടി. നോക്കട്ടെ ഞാൻ. ആ ശാരീനെ മാത്രമല്ലല്ലേ തേനി സുമേനൊക്കെ അടുത്ത് കാണണ്ടല്ലോ. എന്തോ അമ്മാവാ? നോക്കട്ടെ. സംഭവം കുഴപ്പമില്ലോ. എനിക്ക് അവളില്ലാതെ പറ്റില്ല അമ്മാവാ, ഇന്നെങ്കിലും ഒന്ന് പറയണം. പറയാൻ ഞാനാ പറയണ്ടേ, ഈയല്ലേ പറയണ്ടേ? അമ്മാവൻ വരുന്നില്ലേ? ഞാനില്ല, എനിക്ക് വെളിച്ചപ്പാടിനെ കണ്ടാ പേടിയാ. ഞാൻ സ്വപ്നത്തെ കണ്ട് പേടിക്കും. സുമതിയല്ലേ? കുത്താന വരുമ്പോൾ കയ്യെ കുത്ത് കരിങ്കുത്ത്, ചീപ്പ് വെള്ളം താറാ വെള്ളം താറാവ്. ഞാനല്ല വേറെ കള്ളനാരാന്ന് ഞമ്മക്കറിയാം. അതാണ് എന്ത് നമ്മൾ പിടിക്കൂത്. ഇത് ഇമ്മന് കാലമായി. അയ്യോ ഞാനല്ല മോനെ. ചിരിക്കണം.